സംസ്ഥാനത്തെ കവർച്ചാ കേസുകൾ വർദ്ധിക്കുകയാണ്. കേരളം താവളമാക്കി മറുനാടൻ മോഷണ സംഘങ്ങൾ. 1300-ലധികം മറുനാടൻ മോഷ്ടാക്കളാണ് 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് പിടിയിലായത്. കേരളം താവളമാക്കിയതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘങ്ങൾക്കൊപ്പം ഉത്തരേന്ത്യയിൽ നിന്നുള്ള പല സംഘങ്ങളുമുണ്ട്. കുറുവാ സംഘങ്ങളെന്ന് കരുതുന്ന നിരവധി പേരെ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. കുറുവാ സംഘങ്ങൾക്കൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് ചെറിയ സംഘങ്ങളായും മോഷ്ടാക്കൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ മറുനാട്ടിൽ നിന്നുള്ളവർ പ്രതികളായ 1300-ലധികം കവർച്ചാ കേസുകളും ഇത്രയും തന്നെ പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംഘങ്ങളുടേത് ഹൈടെക് മോഷണങ്ങളാണ്. ഓൺലൈൻ തട്ടിപ്പുകളിലും ഉത്തരേന്ത്യൻ സംഘങ്ങളാണ് പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നടന്ന ഭൂരിഭാഗം മോഷണങ്ങൾക്ക് പിന്നിലും മറുനാടൻ മോഷ്ടാക്കൾ തന്നെയാണ്. 2021-ൽ 192 മോഷണങ്ങളും 2022-ൽ 360 മോഷണങ്ങളും 2023-ൽ 520 മോഷണങ്ങളും നടത്തിയിട്ടുള്ളത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള കവർച്ചാ സംഘങ്ങളാണ്. ഭൂരിഭാഗം കേസുകളിലും തൊണ്ടിമുതലുകൾ കണ്ടെടുക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള റാംജി നഗർ കേന്ദ്രമാക്കിയുള്ള മോഷണ സംഘത്തിന് കുറുവാ സംഘം എന്ന പേര് നൽകിയതും തമിഴ്നാട് പോലീസ് തന്നെയാണ്. സംസ്ഥാനത്ത് കവർച്ചാ കേസുകൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുറുവാ സംഘങ്ങൾ പിടിയിലായി പിന്നീട് ജാമ്യമെടുത്ത് മുങ്ങുകയാണ് പതിവ്. മറുനാടൻ കവർച്ചാ സംഘങ്ങളെ ഭയന്നാണ് സംസ്ഥാനത്ത് ജനങ്ങൾ കഴിയുന്നത്. CCTVയിൽ പതിഞ്ഞ മറുനാടൻ സംഘങ്ങളെ കണ്ടെത്താനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.